ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എഴുന്നേറ്റു, ഡോറുകളൊക്കെ തുറന്നു, പുറത്തുള്ള ലൈറ്റുകളെല്ലാം ഓഫാക്കി അടുക്കളയിലേക്ക് കടന്നു. വേസ്റ്റൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എല്ലായിടും അടിച്ചു വാരി. നമ്മുടെ അടുക്കള ഒക്കെ എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് പല്ല് തേച്ചു, നമ്മുടെ നിത്യവൃത്തികളൊക്കെ ചെയ്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് ശേഷം മരുന്നുകൾ കഴിക്കാനുണ്ടായിരുന്നു. ആ മരുന്നുകൾ കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് മരുന്നൊക്കെ കഴിച്ച് അതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ റെഡിയായി. അതുപോലെ തന്നെ ചോറിനോടൊപ്പം തന്നെ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരി, വെള്ളം തിളപ്പിച്ചത്, വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു ഉപ്പേരി. അത് കഴിഞ്ഞ് മുരിങ്ങയില കൊണ്ടുള്ളൊരു കറി, പിന്നെ കടലക്കറി ഉണ്ട്. കടലക്കറി രാവിലെ തന്നെ വെച്ചു. രാവിലെ ദോശയ്ക്ക് കടലക്കറി ആയിരുന്നു, അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വേറെ ആരുമില്ല, ഇല്ലെന്നല്ല, കടയിലേക്ക് പോയിരിക്കുകയാണ്. കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞതാണ്, അപ്പം മരുമകൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇപ്പം വരും, സാധനമൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ വരും. ഇതിപ്പം ഉച്ചവരെ, അതായത് 12 മണി വരെയുള്ള ഒരു വീഡിയോ എന്ന് പറയാനായിട്ടില്ല. പിന്നെ ഇന്ന് ഒരു മഴ ദിവസമാണ്. ഡോറ് തുറന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ചുക്ക് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ചുക്കെന്ന് പറഞ്ഞാൽ ഇഞ്ചി നേരെയാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അതെടുത്തൊന്ന് ഇടയ്ക്ക് മാറ്റണം. ചെടികളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഓർക്കിഡുകളാണ്. ഇനി നാളെ ഓർക്കിഡുകൾക്ക് ലേശം മരുന്ന് കൊടുക്കണം. മരുന്ന് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ ഒരു മരുന്നുണ്ട്, അത് വാങ്ങിച്ചതാണ്. എല്ലാം കൊടുത്ത് ഇതാക്കണം. ഇന്ന് പറമ്പിൽ പോയിട്ടില്ല. സാധാരണ നിലയിലൊന്ന് രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ തേങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരികയും ചെയ്യും. ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചക്കറികളുണ്ടെങ്കിൽ അതും കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പം പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ്. ഇനി മരുമകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കണം. പിന്നെ ഒന്ന് കിടന്നൊന്ന് ഇച്ചിരി നേരം ഒന്ന് മയങ്ങും. അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം എന്തെങ്കിലും കളികളും കളിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഇന്നത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നാലെ. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.